നമസ്കാരം, പ്ലസിലേക്ക് സ്വാഗതം. ഇറാൻ ആകട്ടെ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് കടന്നിരിക്കുന്നു. ഒരു തരത്തിലും സന്ധി ചെയ്യാത്ത യുദ്ധത്തിലേക്ക്. കഴിഞ്ഞ ദിവസം അമേരിക്കയുമായിട്ടുള്ള ഉരസൽ അത് വലിയ തോതിൽ തന്നെ ചർച്ചാ വിഷയമായി മാറിയതാണ്. ഈ ഘട്ടത്തിലാണ് ഇസ്രയേലിനെ കൂടി പ്രതിസ്ഥാനത്ത് നിർത്തി നെതന്യാഹുവിനും ട്രംപിനുമെതിരെ പടപ്പുറപ്പാടുമായി ഖമനേയി തന്നെ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അമേരിക്ക, ഇസ്രയേൽ, യൂറോപ്പ് എന്നിവയുമായി തൻ്റെ രാജ്യം പൂർണ്ണതോതിലുള്ള യുദ്ധത്തിൻ്റെ അവസ്ഥയിലാണെന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറയുന്നത്. ഇറാനിയൻ സുപ്രീം നേതാവിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ശനിയാഴ്ച പ്രസിദ്ധീകരിച്ച ഒരു അഭിമുഖത്തിലാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് സ്വന്തം കാലിൽ നിൽക്കാൻ പടിഞ്ഞാറൻ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പെസഷ്കിയാൻ ആരോപണം ഉന്നയിച്ചത്. അവരുടെ ഈ രാഷ്ട്ര കുതന്ത്രത്തിന് മുന്നിൽ തങ്ങൾ അടിയറവ് പറയില്ല, മുട്ടുമടക്കില്ല, അതിശക്തമായി തന്നെ തിരിച്ചടിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നുവെന്നാണ് ഇറാന്റെ വാക്ക്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ പോകുന്നതിനിടയിലാണ് ഇറാന്റെ പ്രസിഡന്റ് ഇങ്ങനെ ഒരു പ്രസ്താവന പുറത്തുവിട്ടത്. ഇസ്രയേലും അമേരിക്കയും തമ്മിൽ ചേരുമ്പോൾ ലോകത്തിന് സംഭവിക്കാനിരിക്കുന്ന വിപത്തുകളെ പറ്റിയാണ് ഇറാൻ ആശങ്ക ഉയർത്തുന്നത്. പ്രത്യേകിച്ചും സ്വന്തം രാജ്യത്തിന് സംഭവിക്കാനിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവരുടെ പ്രോക്സികൾക്ക് സംഭവിക്കാൻ പോകുന്ന അപകടം, ഇതൊക്കെ മണത്താണ് ഇറാൻ ശക്തമായ രീതിയിൽ ഒരു പ്രസ്താവന പുറത്തുവിട്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യം സ്വന്തം കാലിൽ നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഇറാഖ് നമുക്കെതിരെ നടത്തിയ യുദ്ധത്തെക്കാൾ ഏറെ മോശകരമായിരിക്കും ഈ യുദ്ധമെന്നാണ് ഇറാൻ പ്രസിഡന്റിന്റെ ഭാഷ്യം. ഈ യുദ്ധം എന്നത് അന്നത്തേക്കാൾ വളരെ സങ്കീർണവും ദുഷ്കരവുമായിട്ടുള്ളതായി മാറിയേക്കും. അതിന് കാരണം അമേരിക്കയും ഇസ്രയേലുമാണ്. ഇറാഖുമായിട്ടുള്ള യുദ്ധത്തിൽ സാഹചര്യങ്ങൾ ഏറെ വ്യക്തമായിരുന്നു. അവർ മിസൈൽ വിക്ഷേപിച്ചു. എവിടെ ആക്രമിക്കണമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. പക്ഷേ ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെയല്ല. 4 പാട് നിന്നും ആക്രമണമുണ്ടാകും. ഒരു പൊതുശത്രു എന്ന രീതിയിൽ ഇതിനെ പറയാനായി സാധിക്കില്ല. ലോകം മുഴുവൻ ഇറാന് ശത്രുവായി മാറുന്ന ഒരു കാഴ്ച. ഇവിടെ അവർ എല്ലാ വശങ്ങളിൽ നിന്നും നമ്മളെ വളഞ്ഞിരിക്കുന്നുവെന്നാണ് ഇറാൻ പ്രസിഡന്റ് പറയുന്നത്. ഉപജീവനമാർഗം, സംസ്കാരം, രാഷ്ട്രീയം, സുരക്ഷ എന്നിവയുടെ കാര്യത്തിലൊത്തും നമുക്ക് ഒരു തരത്തിലുള്ള ഉറപ്പ് നൽകാൻ കഴിയുന്നില്ല. അവർ നമുക്ക് നിരന്തരമായി പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ് മസൂദ് പെസഷ്കിയാൻ പറയുന്നത്. എന്നാൽ ആയുധങ്ങളുടെയും ആളുകളുടെയും കാര്യത്തിൽ അവരുടെ മുൻ ആക്രമണങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ തങ്ങൾ വളരെ കരുത്തരാണെന്നും അതുകൊണ്ട് ഒരു തരത്തിലുമുള്ള വിരട്ടൽ തങ്ങളോട് വേണ്ടെന്നാണ് ഇറാൻ പ്രസിഡന്റ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആക്രമിക്കാൻ തീരുമാനിച്ചാൽ സ്വാഭാവികമായും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ അതിശക്തമായ ഒരു പ്രതികരണം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തിങ്കളാഴ്ച ഫ്ലോറിഡയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ പോകുന്ന സമയത്ത് കൂടിയാണ് പെസഷ്കിയാൻ ഈ അഭിമുഖം പുറത്തുവിട്ടത്. അതേസമയം ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതി നെതന്യാഹു അമേരിക്കൻ നേതൃത്വത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കൂടിക്കാഴ്ചയെന്നാണ് പല റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നത്. ഇറാനും അക്കാര്യം തന്നെയാണ് സംശയിക്കുന്നത്. ഇറാന് നേർക്ക് ഒരു ഗൂഢാക്രമണം അത് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടപ്പിലാക്കാനായി പോകുന്നു. ഇതിനു മുന്നേ സംഭവിച്ചതുപോലെ തന്നെ ആണവ സമ്പുഷ്ടീകരണം തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം. ഇതുമായി ബന്ധപ്പെട്ട് ഇറാൻ കഴിഞ്ഞ ദിവസം വിട്ടുനിൽക്കുകയും അമേരിക്കയ്ക്ക് താക്കീത് നൽകുകയും ചെയ്ത സാഹചര്യത്തിൽ അമേരിക്ക ആകട്ടെ ശക്തമായി ഇതിന് മറുപടി നൽകാൻ ഒരുങ്ങുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതായത് ജൂണിൽ നടന്ന സൈനിക നടപടികൾ, ഉപരോധങ്ങൾ, അന്താരാഷ്ട്ര ഒറ്റപ്പെടുത്തലുകൾ, നയതന്ത്ര സമ്മർദ്ദം, ഇതിലൊക്കെ തന്നെ ഇറാനെ തളച്ചിടാൻ ട്രംപ് ശ്രമിച്ചുവെങ്കിൽ അതിനേക്കാൾ ഭീകരമായ രീതിയിൽ ഭരണകൂടം തങ്ങളെ കൈകാര്യം ചെയ്യാൻ നോക്കുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഇതിനെ ഏത് തരത്തിൽ ഇറാൻ നേരിടും, എങ്ങനെയായിരിക്കും ഈ സാഹചര്യം മുന്നോട്ട് പോവുക എന്നുള്ള ആശങ്ക മാത്രമാണ് നിലനിൽക്കുന്നത്. റഷ്യ ഉക്രൈൻ സംഘർഷം ഒരു ഭാഗത്ത്, ഇസ്രയേൽ പലസ്തീൻ വിഷയം കെട്ടടങ്ങുന്ന സാഹചര്യത്തിലേക്ക് കടന്നു പോകുന്നു. ഇതിനിടയിൽ തന്നെ ഇസ്രയേലും അമേരിക്കയും ഒരു പക്ഷത്ത്, മറുഭാഗത്ത് ഇറാനും അവരുടെ പ്രോക്സികളും ചേരുന്ന ഒരു വലിയ ആക്രമണ മുഖം തന്നെയാണ് ഇനി അനാവരണം ചെയ്യാനായി പോകുന്നത് എന്നുള്ള സൂചന കൂടി ഇതിൽ ലഭ്യമാകുന്നു. ഒരു തരത്തിലുമുള്ള സമവായങ്ങൾ ഉണ്ടാകില്ല എന്ന കൃത്യമായ സൂചന ഖമനേയും നൽകി കഴിഞ്ഞിരിക്കുകയാണ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.